എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതേസമയം ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. ഈ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ മുതിർന്നവർക്കും. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ 4 മണിക്ക് തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാൻ, അതേസമയം ടേസ്റ്റിയാണ്. ഞാനിത് കാണിക്കാൻ പോകുന്നത് ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു ഉണ്ടയാണ്. ഗോതമ്പും ശർക്കരയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അരി ഉണ്ട ചെയ്യുന്ന അതേ പ്രോസസ്സാണ്, എന്നാൽ അരി ഉണ്ടയെക്കാട്ടിലും ഒന്നുകൂടെ നല്ല ടേസ്റ്റും കൂടിയാണ്. അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ഗോതമ്പാണ് എടുത്തുള്ളത്. മുഴുവനുള്ള ഗോതമ്പാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയിട്ട് വേണം ഇത് കഴുകിയെടുക്കാനായിട്ട്. ഇനി ഒരു ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ഗോതമ്പിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒരുപാട് കൂട്ടിയിട്ട് വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ ഒരുപാട് കൂട്ടിയിട്ടാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, നന്നായിട്ട് റോസ്റ്റായി വരില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിങ്ങനെ പൊട്ടിത്തെറിക്കും, അതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരികൾ വേണം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പോളം ശർക്കര ചീകിയതാണ് ഇത്. നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട്, അതായത് തേങ്ങ ചിരകിയത് കൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങയിൽ നിന്നും ശർക്കരയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് അല്ലെങ്കിൽ ജീരകം പൊടിച്ചത്. അപ്പോൾ ഞാനിവിടെ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടി ഇട്ടിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിശ്രിതം കുറച്ച് നനഞ്ഞാണ് ഇരിക്കേണ്ടത്, എന്നാൽ മാത്രമേ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തേങ്ങയും ശർക്കരയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത്. അപ്പോൾ പൊടി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഉരുട്ടുന്ന പരുവാകുന്നത് വരെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറക്റ്റാണ്. 1 കപ്പ് ഗോതമ്പിന് കറക്റ്റ് അളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അളവ് കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കട്ടൻ കാപ്പിയുടെയും കട്ടൻ ചായയുടെയൊക്കെ കൂടെ ഇത് കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഗോതമ്പ് വെച്ചിട്ടുള്ള ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്